ജെഇമെയിൻ പേപ്പർ 2B ബി പ്ലാൻ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബി പ്ലാനിംഗിൽ 100% ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുകയാണ് ഗൗരിശങ്കർ വി. ആലപ്പുഴ സ്വദേശിയായ ഗൗരിശങ്കർ എഞ്ചിനീയറായ വിനോദ് കുമാറിന്റെയും അധ്യാപികയായ രശ്മി രവീന്ദ്രന്റെയും മകനാണ് ഗൗരിശങ്കർ വി. KE മാന്നാനം സ്കൂളിലെ +1 +2 പഠനത്തിനൊപ്പം തന്നെ ബുള്ളറ്റ് സ്റ്റഡി സെന്ററിലെ എൻട്രൻസ് കോച്ചിങ്ങിലൂടെയാണ് ഗൗരിശങ്കർ ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. ഗൗരിശങ്കറിന് എല്ലാവിധ ആശംസകളും. ബ്രില്യന്റിന്റെയും KE മാന്നാനം സ്കൂളിന്റെയും അഭിമാനമായ ഗൗരിശങ്കറാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും. ആദ്യമേ ചോദിക്കട്ടെ, പ്രധാനമായും പഠിച്ചിരുന്നത് ജെഇമെയിൻ പേപ്പർ 1 വേണ്ടി തന്നെയായിരുന്നു. എന്താണ് ഒരു വിദ്യാർത്ഥി പേപ്പർ 2 വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഓൾറെഡി ജെഇമെയിൻ പേപ്പർ 1 വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നുണ്ട്. എനിക്ക് അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നത് ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരുന്നു. അതും പിന്നെ മാത്സ് ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മാത്സിന് ഫുൾ മാർക്കും 100% സ്കോറും നേടിയിരുന്നു. എങ്ങനെയാണ് ആ ഒരു എക്സാം പ്രിപ്പറേഷനും ആ ഒരു എക്സാം ടൈം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ടൈം ഞാൻ ലൈക്ക് അത്യാവശ്യം കുറച്ച് ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ കുറച്ചൊന്ന് നോക്കിയിട്ടായിരുന്നു പോയത്. അപ്പം ആർക്കിടെക്ചറിനെ കുറിച്ച് എനിക്ക് ലൈക്ക് അറിയാവുന്നൊക്കെ വന്നപ്പം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി. അത് എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തു. അപ്പം അങ്ങനെ എഴുതി ഒരു കോൺഫിഡൻസ് വെച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ എഴുതി തീർക്കാൻ പറ്റിയത്. പ്രധാനമായിട്ടും ജെഇമെയിൻ പേപ്പർ 1 ആയിരിക്കുമല്ലോ ഫോക്കസ് ചെയ്ത് പഠിച്ചിരുന്നത്. ഇനി എന്തൊക്കെയാണ് ജെഇ അഡ്വാൻസിന് വേണ്ടിയുള്ള മറ്റു പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പം ജെഇ അഡ്വാൻസ്ഡ് ഇപ്പം ഫർദർ ലൈക്ക് ഡിലീറ്റഡ് ടോപ്പിക്സും അതർ ടോപ്പിക്സ് ഒക്കെ ഞാൻ ഇൻ ഡെപ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജെഇ അഡ്വാൻസ്ഡ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഒരു പഠിത്തമൊക്കെ എങ്ങനെയാണ്? ഹോസ്റ്റലിലെ വിദ്യാർത്ഥി തന്നെയല്ലേ? എങ്ങനെയാണ് ഒരു പഠിത്തത്തിന്റെ ഒരു സ്റ്റൈൽ? എങ്ങനെയാണ് ടോപ്പേഴ്സിന്റെ കാര്യങ്ങൾ അറിയാൻ ഒത്തിരി വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം കാണും. ഇവിടുത്തെ ഹോസ്റ്റൽ ലൈക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ലൈക്ക് ഞങ്ങളെല്ലാം ഒരു ഭയങ്കര ഒരു കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് വി ഓൾ ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പഠിച്ചു വന്നത്. ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റേ ആൾ സോൾവ് ചെയ്ത് തരും. ആൻഡ് ദ സെയിം ഗോസ് ലൈക്ക് ദി അതർ വേ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ലൈക്ക് മ്യൂച്വലി ഗ്രോ ചെയ്യുക. ഇറ്റ്സ് ലൈക്ക് വെരി ഹെൽപ്ഫുൾ. ഒന്നുകൂടെ ചോദിക്കാൻ ആഗ്രഹിക്കണം, ഏതാണ് ഒരു ഡ്രീം കോളേജും ഡ്രീം ക്യാമ്പസും ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെയാണ്? ഡ്രീം കോളേജസ് ആയിട്ട് IITs തന്നെയാണ് ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. ഏത് ബ്രാഞ്ചാണ് താല്പര്യം? കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. മെയിനായിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ് മുതൽ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ഫൗണ്ടേഷൻ വിദ്യാർത്ഥിയാണ്. ഇനി വീട്ടുകാരെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. എവിടെയാണ് നാട്ടില്? ആലപ്പുഴക്കാരനാണ്. ഫാദർ മദർ എന്ത് ചെയ്യുന്നു അവരൊക്കെ? ഫാദറിന്റെ പേര് വിനോദ് കുമാർ എന്നാണ്. ഇപ്പം കൊച്ചി വർക്ക് ചെയ്യുന്നു. അമ്മ രശ്മി വിനോദ് സ്കൂൾ ടീച്ചറാണ്. GPS ഹരിപ്പാടി വർക്ക് ചെയ്യുന്നു. ഒരു അനിയനുണ്ട് ദേവനാരായൺ. അവനിപ്പം നാട്ടിൽ തന്നെ പഠിക്കുന്നു. ബിഷമൂർ മാവേലിക്കര പഠിക്കുന്നു. ഇവരെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ലൈക്ക് ഞാൻ എന്താവശ്യം പറഞ്ഞാലും അപ്പൊ തന്നെ എന്നെ സാധിച്ചെന്ന് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോയത്. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഏതൊരു പുതിയ ടാസ്ക് ടേക്കപ്പ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് തന്നിരുന്നത്. അപ്പം ഈ വിജയം എന്റേത് ലൈക്ക് എന്റേത് മാത്രമാണ് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കര വലിയൊരു കമ്പൈൻഡ് എഫേർട്ടിന്റെ ബലമാണ്. അപ്പം താങ്ക്സ് ടു എവറി വൺ ആൻഡ് താങ്ക്സ് ടു ഗോഡ് ഹു ഹാസ് സപ്പോർട്ടഡ് മീ. പിന്നെ KE മാന്നാനം സ്കൂളിലെ പ്രിൻസിപ്പൽ മുല്ലശ്ശേരി അച്ഛൻ ഭയങ്കര മുല്ലശ്ശേരി അച്ഛൻ, പിന്നെ ജോസഫ് സർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, പിന്നെ ബ്രില്യൻ കോർഡിനേറ്റർ ബിജു സർ, സെബാസ്റ്റ്യൻ സർ ഡയറക്ടർ, പിന്നെ ബിനോയ് സർ, ജോണി സർ, ഇവരെല്ലാം ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഞങ്ങളോട് ഷെയർ ചെയ്ത് ലൈക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങളെ ഒന്ന് നല്ല രീതിയിൽ പുഷ് ഫോർവേഡ് ചെയ്തു. അതൊക്കെ തന്നെയാണ് ലൈക്ക് ഇതൊരു മെയിൻ മോട്ടിവേഷൻ ലൈക്ക് ഈ മുമ്പോട്ടുള്ള ഒരു മെയിൻ മോട്ടിവേഷൻ ആയിട്ട് റിസൾട്ട് ചെയ്തത്. അപ്പം താങ്ക്സ് ടു എവരിബഡി ഹു സപ്പോർട്ടഡ് മീ. ഗൗരിശങ്കറിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിനും അതുപോലെ തന്നെ കേരളത്തിന് മുഴുവൻ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഗൗരിശങ്കറിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇനിയും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ. അന്നും ഇന്റർവ്യൂവും അനുമോദനങ്ങളുമായി ഞങ്ങൾ ഓടിയെത്തും. എല്ലാവിധ ആശംസകളും. Brilliant Study Center, India's #1 coaching center for NEET and JEE.